ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 79.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL-ൽ രാജസ്ഥാനെതിരെ ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഗുജറാത്തിലെ രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിലെ ലോക് ഭവനിൽ നടക്കുന്ന സാമാജിക് സമരസതാ മഹോത്സവത്തിൽ നാളെ രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് ഗാന്ധിനഗറിലെ രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ 5ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി സംബന്ധിക്കും. വനിതാ സംവരണ ബിൽ സംബന്ധിച്ച ചർച്ചകൾക്കായി പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇതോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന നാരീശക്തി വന്ദൻ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കാൻ എല്ലാവരും ഒരുമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് വനിതകൾ രാജ്യത്തിന്റെ വികസന യാത്രയുടെ പതാകവാഹകരായി മാറിയിരിക്കുകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി വ്യക്തമാക്കി. नारी शक्ति वंदन अधिनियम हमारी मातृशक्ति के वर्षों के संघर्ष और साधना की लोकतांत्रिक सिद्धि का महापर्व है. यह महिलाओं के आत्मसम्मान और लोकतांत्रिक भागीदारी को सुनिश्चित करने वाला युगांतरकारी परिवर्तन है. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് US സൈന്യം ഇന്നു മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും ഇറാനിയൻ തീരങ്ങളിലേക്കും പോകുന്ന എല്ലാ കപ്പലുകളും തടയുമെന്ന് റിപ്പോർട്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ ഇതര തുറമുഖങ്ങളിലേക്ക് കടന്നുപോകുന്ന കപ്പലുകൾക്ക് യാത്രാനുമതി നൽകും. എന്നാൽ തെറ്റായ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണവില ബാരലിന് $100 മുകളിൽ വർദ്ധിച്ചു. ഏഷ്യയിലെ പ്രധാന ഓഹരി സൂചികകളും ഇടിഞ്ഞു. ഗാർഹിക LPGയുടെ 100% വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. LPGയുടെ ആഭ്യന്തര വിതരണം സാധാരണ നിലയിലാണെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഗാർഹിക LPG വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. 20,400 മെട്രിക് ടൺ LPGയുമായി 24 നാവികർ ഉൾപ്പെടുന്ന ഇന്ത്യൻ കപ്പൽ ജാഗ് വിക്രം നാളെ കണ്ട്ല തുറമുഖത്ത് എത്തുമെന്നും യോഗത്തിൽ അറിയിച്ചു. ആഗോള ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യ മികച്ച സ്ഥാനത്താണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ. ഫിക്കയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഇന്ത്യ ഫാർമ 2026 വേദിയിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 29-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. ആദ്യഘട്ട വോട്ടെടുപ്പ് 23-ന് നടക്കും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പും 23-നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇരട്ട വോട്ടും വ്യാജ വോട്ടും തടയുന്നതിനായി പോളിംഗ് സ്റ്റേഷനുകളിൽ വിരലടയാളവും ഐറിസ് അധിഷ്ഠിത ബയോമെട്രിക് തിരിച്ചറിയലും ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്രത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചു. നിലവിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഭാവി തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ സാധ്യത പരിശോധിക്കേണ്ടതുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇതിഹാസ ഗായിക ആശാ ഭോസ്ലേക്ക് വിട നൽകി രാജ്യം. മുംബൈയിലെ ശിവാജി പാർക്ക് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പുഷ്പചക്രം അർപ്പിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, ചലച്ചിത്ര പ്രവർത്തകർ എന്നിവരും ആയിരക്കണക്കിന് സംഗീത പ്രേമികളും ആശാ ഭോസ്ലേക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി ഡോക്ടർ അംബേദ്കർ ജീവിതം സമർപ്പിച്ചതായി പറഞ്ഞ രാഷ്ട്രപതി ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാ അവകാശങ്ങളും ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിസ്തുലമായ പങ്ക് വഹിച്ചതായും ചൂണ്ടിക്കാട്ടി. ബാബാ സാഹേബ് അംബേദ്കറുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് നീതിയുക്തവും പുരോഗമനപരവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ സംഭാവന നൽകണമെന്ന് രാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അംബേദ്കർ ജയന്തി ദിനമായ നാളെ കേരള ലോക് ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനാകും. നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തും. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 79.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇതുവരെ ലഭിച്ച തപാൽ വോട്ട് കൂടി ചേർത്തുള്ള കണക്കാണിതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സർവീസ് വോട്ടെണ്ണൽ സമയത്തെ അറിയാൻ സാധിക്കുമെന്നും അതുകൂടി ചേർക്കുമ്പോൾ അന്തിമ കണക്കിൽ മാറ്റമുണ്ടാകുമെന്നും ശ്രീ കേൽക്കർ വ്യക്തമാക്കി. പോസ്റ്റൽ വോട്ട്സിലെ പറഞ്ഞിട്ടുള്ള സർവീസ് വോട്ടേഴ്സിന്റെ കണക്ക് ഇന്ന് നമുക്ക് വന്നിട്ടില്ല. അത് കൗണ്ടിംഗ് ദിവസം മാത്രമാണ് ലഭ്യമാവാൻ പോകുന്നത്. കൗണ്ടിങ്ങിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് കാർഡ് ഇറക്കാറുണ്ട്. ഇൻഡെക്സ് കാർഡിന്റെ പ്രസിദ്ധീകരണം ആണ് നമ്മൾ ശരിക്കും ഫൈനൽ ആയിട്ടുള്ള കണക്കായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിൽ ഉണ്ടായിരുന്നത് 78.27 പ്ലസ് 1.36%. പ്രൊവിഷണൽ ആയിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് സർവീസ് വോട്ടേഴ്സിന്റെ കണക്ക് നമുക്ക് ഇന്ന് വരാനുണ്ട്. സോ ഏകദേശം 79.63% ഈസ് ദ പ്രൊവിഷണൽ പെർസെന്റേജ് ഓഫ് വോട്ടിംഗ് ഇൻ കേരള. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞുവെന്നും യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്ന തരത്തിൽ സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിൽ താപനില 54 ഡിഗ്രി ആകുമെന്ന പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പുറത്തിറക്കിയിട്ടില്ല. വ്യാജ പ്രചാരണങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും അതോറിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഹൈദരാബാദ് 14 ഓവറിൽ 3 വിക്കറ്റിന് 145 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത്, മഹാരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 79.63% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPLൽ രാജസ്ഥാനെതിരെ ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.